6 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷം ഗോകുലം ഗോപാലിനെ വിട്ടയച്ച് ഇഡി. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയെന്ന് പ്രതികരണം. എന്നാൽ ഗോകുലം ഗോപാലിന് വീണ്ടും ഇഡിയുടെ നോട്ടീസ്. ഈ മാസം 22-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഫെമ നിയമം ലംഘിച്ച് വിദേശത്ത് നിന്ന് പണം സമാഹരിച്ചെന്ന കേസിൽ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 6 മണിക്കൂറോളം നേരം ഇഡി ഇന്ന് ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്തു. ഇഡി ചോദിച്ചതിനെല്ലാം മറുപടി പറഞ്ഞെന്ന് ഗോകുലം ഗോപാലൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ചോദ്യം ചോദിക്കാൻ ഇഡിക്ക് അധികാരമുണ്ടെന്നും അതിന് മറുപടി പറയേണ്ട ചുമതല എനിക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇഡി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞെന്നും ഗോകുലം ഗോപാലൻ വിവരിച്ചു. എന്നാൽ ഏതൊക്കെ വിഷയത്തിലാണ് ഇഡി ചോദ്യം ചെയ്തതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നില്ല. ഫെമ ചട്ടം ലംഘിച്ച് ഗോകുലം ഗ്രൂപ്പ് 593 കോടി രൂപ സമാഹരിച്ചെന്നാണ് ഇഡി കഴിഞ്ഞ ദിവസം അറിയിച്ചത്. പിടിച്ചെടുത്ത പണത്തിൻ്റെ ചിത്രങ്ങളടക്കം പങ്കുവച്ചാണ് ഗോകുലം ഗ്രൂപ്പിൽ നടത്തിയ റെയ്ഡിൻ്റെ വിശദാംശങ്ങൾ ഇഡി പുറത്തുവിട്ടത്. ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനി പ്രവാസികളിൽ നിന്ന് 592.54 കോടി രൂപ സ്വരൂപിച്ചു. 370.80 കോടി രൂപ പണമായും 220.74 കോടി രൂപ ചെക്കായും ആണ് സ്വീകരിക്കുന്നത്. പിന്നീട് ഈ പണം അക്കൗണ്ട് വഴി കൈമാറിയെന്നും വിദേശത്തേക്ക് പണം അയച്ചെന്നും ഇത് RBI ഫെമ ചട്ടലംഘനമാണെന്നും ഇഡി അധികൃതർ അറിയിച്ചു. ഇത്തരത്തിൽ ഇന്ത്യക്ക് പുറത്തുള്ളവരിൽ നിന്നുള്ള ഗണ്യമായ തുക സ്വീകരിക്കുന്നത് 1994-ലെ ഫെമ നിയമത്തിൻ്റെ സെക്ഷൻ 3B ലംഘനമാണെന്നും ഇഡി പത്രക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യാനായി ഗോകുലം ഗോപാലിനെ ഇഡി വിളിച്ചു വരുത്തിയത്. എന്നാൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിന് ശേഷം വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിന് വീണ്ടും ഇഡിയുടെ നോട്ടീസ്. ഈ മാസം 22-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസം ഹാജരാക്കിയ രേഖകളിലും അദ്ദേഹത്തിൻ്റെ മൊഴികളിലുമുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് നേരിട്ട് എത്തുകയോ പ്രതിനിധിയെ അയക്കുകയോ ചെയ്യാമെന്നും ഇഡി പറഞ്ഞു. ഇന്നലെ കൊച്ചി ഓഫീസിൽ 6 മണിക്കൂർ ദൈർഘ്യമെടുത്തുള്ള ചോദ്യം ചെയ്യലാണ് നടത്തിയത്. 595 കോടി രൂപയുടെ ഫെമ ചട്ടലംഘനം കണ്ടെത്തി. എന്നാൽ കൂടുതൽ തുക ചട്ടലംഘനം നടത്തിയിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. വിദേശത്ത് നിന്ന് ചട്ടം ലംഘിച്ച് എത്തിയ പണം എന്താവശ്യത്തിന് ഗോകുലം ഗ്രൂപ്പ് ഇവിടെ ചിലവഴിച്ചു എന്നതിലടക്കമാണ് പരിശോധന. ഗോകുലം ഗോപാല നിർമ്മാതാവായ വിവാദ സിനിമ ഇതിനകം 200 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. മലയാളത്തിൽ നിന്നും 200 കോടി ക്ലബിൽ ഇടം പിടിച്ച ആദ്യ സിനിമയായിട്ടാണ് എമ്പുരാൻ മാറിയിരിക്കുന്നത്.